يا صاحب البعداد كل ناصري يا مطلب الحاجات عبد القادر يا قادري يا قادري يا قادري يا شيخ محي الدين عبد القادر വന്നരായ പണ്ഡിതന്മാര്, ആലിമീങ്ങള്, മുത്തഅല്ലിമീങ്ങള്, എൻ്റെ ഉപ്പയുടെ പ്രായമുള്ള എൻ്റെ ഉപ്പമാര്, എൻ്റെ ഉമ്മമാര്, സഹോദരികളും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുറത്തു നിൽക്കുന്നവരൊക്കെ നമ്മുടെ മജ്ലിസിലേക്കൊക്കെ കയറി വരണം. അദ്ദുആ മുസ്തജാബുൻ ഇൻദ ഇജ്തിമാഇൽ മുസ്ലിമീൻ എന്ന് കിതാബിലൊക്കെ കാണാം. മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഭാഗത്ത് അവിടുന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന്. അപ്പൊ അകലെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്കൊക്കെ കയറിയിരിക്കുക. സ്ത്രീകളൊക്കെ ആ വഴിക്ക് വരുമ്പോൾ അവിടെ വഴി മാറ്റി കൊടുക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദൂരെ നിന്നൊക്കെ വന്നവരുണ്ട്, ഉമ്മമാര്, ചെറിയ മക്കളെയൊക്കെ ആയിട്ട് വന്നവരിവിടെ ഉണ്ട്. അവർക്കൊക്കെ നേരത്തെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് 9-9:30 ആകുമ്പോഴേക്ക് ഖുതുബിയത്തൊക്കെ കഴിച്ച് 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്താൻ പറ്റുന്ന രൂപത്തിലേക്കൊക്കെ നമുക്ക് നോക്കാം അടുത്തുള്ളവർക്ക്. ഇൻഷാ അല്ലാഹ് സ്കൂളൊക്കെ പൂട്ടിയ സമയം ചെറിയ മക്കള് പാടത്തും മരത്തിന്റെ മുകളിലും തോട്ടിലും കുളത്തിലൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്ന സമയം കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ പള്ളിയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ എന്ത് ഭംഗിയാണ് അവരുടെ തലയിൽ കെട്ടിയ തലക്കെട്ട്. അവരുടെ ഒക്കെ ഉസ്താദാണ് ഇവിടെ ഇരിക്കുന്നത്. രക്ഷിതാക്കളാണ് മക്കളുടെ ഭാവി നിർണയിക്കേണ്ടത്. നിങ്ങളൊന്ന് പത്രമെടുത്ത് നോക്കൂ. ഏത് പത്രമെടുത്താലും അതിൽ വല്ല ക്രിമിനൽ കേസുകളിൽ മുസ്ലിമീങ്ങളുടെ പേര് കാണും. ഏത് പത്രം എടുത്തു നോക്കിയാലും കാണാൻ പറ്റും. ആ ക്രിമിനലുകളായ മുസ്ലിം നാമധാരികളെ നിങ്ങൾ വിളിച്ചിട്ടൊന്ന് ചോദിക്കണം, എന്താ മോനെ നിസ്കാരത്തിന്റെ ഷർത്ത് എന്താണെന്ന് ചോദിച്ചു. അതല്ലെങ്കിൽ വുളു എടുക്കുമ്പോ എന്താണ് നിയ്യത്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചു നോക്കും. അവർക്ക് അതിന് ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ തെറ്റിലേക്ക് പോകുന്നത്. ഏതാണ് തെറ്റ്, അവർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വേർതിരിവുകൾ ചെറുപ്പത്തിൽ നമ്മൾ രക്ഷിതാക്കൾ അവരെ പഠിപ്പിച്ചില്ല എന്നതാണ് സത്യം. ഈ ചെറിയ മക്കളെ ഈ പ്രായത്തിൽ കൊണ്ടുപോയി നിങ്ങളുടെ അടുത്തുള്ള ഉസ്താദുമാരെ ഏൽപ്പിച്ചാൽ അൽഹംദുലില്ലാഹ് ഭാവിയിൽ നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാം. എന്റെ ഒരു നിരീക്ഷണത്തിൽ കേരളത്തിൽ സുഖമായി കിടന്നുറങ്ങുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള മുത്തഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കളാണ്. നിങ്ങൾ ചോദിച്ചോളൂ, ബാംഗ്ലൂർക്ക് പഠിക്കാൻ വിട്ട മകളുടെ ഉമ്മ സുഖമായിട്ടാണോ കിടന്നുറങ്ങുന്നത്? ഹൈദരാബാദിലേക്ക് വിട്ട മകന്റെ ഉമ്മയും ഉപ്പയും സുഖമായിട്ടാണോ കിടന്നുറങ്ങുന്നത്? ഹൃദയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തുന്നുണ്ടാവും. എന്റെ മോൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോയിട്ടുണ്ടോ, അതോ ആരുടെയെങ്കിലും കൂടെ പോയി ബീച്ചിലോ സിനിമയ്ക്കോ കറങ്ങി നടക്കുന്നുണ്ടാകും എന്നൊരു പേടിയൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ നേറും.
അതേ സ്ഥാനത്ത് മുതഅല്ലിമീങ്ങൾ ഏത് ലോകത്ത് പോയാലും, അങ്ങ് ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഈ ചെറിയ മക്കളെ നിങ്ങൾ പറഞ്ഞയച്ചാലും അവരുടെ കണ്ണുകൾ നോക്കേണ്ടതേ നോക്കൂ, കൈകൊണ്ട് തൊടേണ്ടതേ തൊടൂ, പോകേണ്ട സ്ഥലത്തേക്ക് കാലുകൊണ്ട് നടക്കൂ. അതിന്റെ പേരാണ് മുതഅല്ലിം. മക്കള് നന്നാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, സ്കൂള് പൂട്ടിയ സമയമാണ്, അടുത്തുള്ള പള്ളിയിലൊക്കെ ദർസുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിനൊന്നും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറേ മക്കൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അതിലൊക്കെ കൊടുന്ന് ചേർത്തിക്കോളി. അവരെ വലിയ സ്ഥാനത്തേക്ക്, വലിയ പ്രസംഗിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങൾ തിരിച്ചു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കാൻ പോകുന്നില്ല, നമുക്ക് സമയം വളരെ കുറവാണ്. പറഞ്ഞു വന്നത്, തെറ്റ് കാണുമ്പോൾ തിരിച്ചറിയാനുള്ള ബോധം ഇൽമു പഠിച്ചാലേ നമുക്ക് കിട്ടൂ. അതിന്റെ ഒരു തെളിവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു ചെറുപ്പക്കാരൻ സ്ഥിരമായി പള്ളിയിൽ പോകുന്നവനാണ്. 5 വഖത്ത് നിസ്കാരത്തിന് കൃത്യമായി പോകുന്നവനാണ്. കയ്യിലെ തസ്ബീഹ് മാലയും വെച്ച് രാത്രികൾ പുലർച്ചവരെ ദിക്ർ ചൊല്ലുന്നവനാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉപ്പ രോഗിയാണ്, ഉപ്പാനെ കാണാൻ വേണ്ടി, ഉപ്പയെ രോഗം ശുശ്രൂഷിക്കാൻ വേണ്ടി അവൻ രാത്രി ഇങ്ങനെ ഉപ്പയുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെ സ്ഥിരമായി ഉപ്പയുടെ അടുത്തേക്ക് പോകുമ്പോ കിതാബിലൊക്കെ കാണാം, വഴിയരികിൽ വെച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിനെ അവൻ കണ്ടുമുട്ടുന്നു. അവൻ ഓരോ ദിവസവും അതുവഴി ഇങ്ങനെ പോകുമ്പോ ആ പെണ്ണിനോട് ചിരിക്കുന്നു. പിറ്റേ ദിവസം സംസാരം തുടങ്ങുന്നു. നിസ്കാരത്തിന് കൈ കെട്ടുമ്പോ ആ പെണ്ണിന്റെ മുഖമിങ്ങനെ മനസ്സിലേക്ക് പതിയുന്നു. അത്രത്തോളം ആഴത്തിലുള്ള ബന്ധമിങ്ങനെ മനസ്സിൽ പതിഞ്ഞപ്പോ ഒരു ദിവസം വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ അവള് വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ വീടിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഖുർആനിലെ ഒരു ആയത്ത് അവന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പതിയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ പേടിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്നവന് പിശാചെങ്ങാനും പഴപ്പിച്ചാൽ അല്ലാഹുവിന്റെ ഓർമ്മ അവന്റെ മനസ്സിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. ഈ ആയത്ത് അവന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വന്നപ്പോ എടുത്തു വെച്ച കാല് പേക്കോട്ട് വെച്ച് ഒരൊറ്റ ഓട്ടമാണ്. കിടന്ന് മണ്ണിൽ കിടന്നിങ്ങനെ ഉരുളുകയാണ്. റബ്ബേ, നീ കാണുമല്ലോ ഞാൻ ചെയ്യുന്ന തെറ്റ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും മുകളിൽ കാണുന്നവൻ നീയാണല്ലോ. റബ്ബേ, പുറത്തു തരണേ അല്ലാഹ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തെറ്റിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഈമാനും ഇൽമും വേണം. എങ്കിലേ അവൻ സ്വാലിഹീങ്ങളിൽ പെടൂ. ഇപ്പോഴൊക്കെ മൊബൈലിൽ ഇങ്ങനെ കളിക്കുന്ന കാലഘട്ടം.
മൊബൈലിൽ ഇങ്ങനെ രാത്രിയും പകലുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചു നടക്കുന്ന കാലഘട്ടം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ കോടതിയിൽ നിൽക്കണമെന്ന് ബോധത്തോടെ തെറ്റിൽ നിന്നെങ്ങാനും അവൻ മാറി ചിന്തിച്ചാൽ അല്ലാഹു 2 സ്വർഗത്തിന്റെ പദവി അവനക്ക് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. തഅവ്വസ്താദിന്റെ ഒരു പാട്ട് കാണാം. നമുക്ക് മരണത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ഈ കാണുന്ന എല്ലാവരും മരിക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് വല്ല ചിന്തയും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? നമ്മുടെ ഒക്കെ വിചാരം നമ്മളൊന്നും മരിക്കില്ല, അതൊക്കെ അമേരിക്കയിലും വേറെ ലബനാനിലൊക്കെ മരിക്കുന്നവരെ, നമ്മളൊക്കെ ഇനി ഒരുപാട് കാലമൊക്കെ അങ്ങനെ ജീവിക്കുന്നൊക്കെ ആ ഒരു ചിന്തയിലാണ് നമ്മളൊക്കെ ജീവിതം. ഈ മജ്‌ലിസിൽ വെച്ച് നിങ്ങളുടെ മനസ്സിൽ തൊട്ടിട്ടൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ മരിക്കുമെന്ന് ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇല്ലേ? വല്ലാഹി സുമ്മ വല്ലാഹി ഒരാൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രത്തോളം നമ്മൾ ദുനിയാവിനെ അങ്ങേയറ്റം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. ഇടയ്ക്ക് വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകണം അടുത്തുള്ള ഖബർസ്ഥാനിലൊക്കെ. ഞാൻ ഇന്ന് രാവിലെ പോയുള്ളൂ. ഇവിടെ മൂർക്കനാടുള്ള പള്ളിയിലെ ആ പച്ചപ്പള്ളിയുടെ മുമ്പിൽ ഒരുപാട് ഖബറുകൾ ഇങ്ങനെ കണ്ടു. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു ഖബർ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പിടച്ചുറപ്പേ. ഏത് രക്ഷിതാവിൻ്റെ മകനായിരിക്കും ആ ഖബറിൽ കിടക്കുന്നത്? ഏത് ഉമ്മയുടെ മകളാവും ആ ഖബറിൽ കിടക്കുന്നത്? എത്രമാത്രം അവർ ആഗ്രഹിച്ച് പ്രസവിച്ച് വളർത്തിയ മകനാണ്. മരണം വയസ്സില്ല, പ്രായമില്ല, മുടി നരയ്ക്കണമെന്നില്ല, വണ്ടി ഓടിക്കണമെന്നില്ല, വെള്ളത്തിൽ മുങ്ങി ചാവണമെന്നും ഇല്ല. എത്തുമ്പോൾ തന്നെ പോകും. അതല്ലേ തഴുവ ഉസ്താദ് പറഞ്ഞത്, ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കി വയ്ക്കലും നോക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിൻഹാ തൊട്ട് ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട്. നമ്മളൊക്കെ മരിച്ചെന്തയ്യ? എല്ലാവരും കൂടി കുറച്ചു നേരം കരയും. ഭാര്യയും മക്കളൊക്കെ ചിലപ്പോൾ അടുത്ത് വന്ന് ഇങ്ങനെ പൊട്ടിക്കരയും. ഖബർസ്ഥാനിൽ കൊണ്ടുപോയി പള്ളിയുടെ മുമ്പിൽ വെച്ച് മിമ്പറിന്റെ താഴെ നമ്മുടെയൊക്കെ മയ്യത്ത് വെച്ച് ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇമാമത്ത് നിന്ന് നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മയ്യത്ത് ഇങ്ങനെ വലിയ ഖബറിൽ ഇങ്ങനെ ഇറക്കി വെക്കേണ്ട ദിവസം നമുക്കെല്ലാവർക്കും വരും. ഇത് സ്വപ്നമല്ല, സിനിമയല്ല, റീൽസ് അല്ല, നമുക്കൊക്കെ വരാൻ പോകുന്ന ദിവസത്തിന്റെ മുന്നറിയിപ്പ്. ഇത്രയൊക്കെ നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്തേ നമ്മുടെ ജീവിതം മാറാത്തത്? അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ കറുത്ത ചളികൾ നിറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു ഈ മജ്‌ലിസൊക്കെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മജ്‌ലിസാക്കി മാറ്റട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചെറിയ മക്കള്, ഇന്നത്തെ വയത് അതിന് തന്നെയാണ്. നമ്മുടെ മക്കളെ ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ സമയം, ഇന്നത്തെ പ്രസംഗം നിങ്ങളുടെ മക്കളെ മുതഅല്ലിമീങ്ങളാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ പ്രസംഗം മാറ്റിവെക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കന്നും പൂട്ടി പാടത്തുകൂടെ സ്കൂട്ടറിന്റെ ഫ്രണ്ടും പൊന്തിച്ച് RX-100ന്റെ ബാക്കും പൊന്തിച്ച് ഇങ്ങനെ നടക്കുന്നതാണോ? അതല്ല, നമ്മുടെ മക്കളൊക്കെ വലുതായി, ഉസ്താദുമാരൊക്കെ കണ്ടില്ലേ വലിയ സ്ഥാനത്ത്. എന്നെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദുമാർക്ക് എത്ര പവർ ഉണ്ടാകും,
എന്നെ വളർത്തിയ എൻ്റെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ഇത്രയും ആളുകളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, ഞാൻ നേതൃത്വം നൽകുമ്പോൾ, പടച്ചോനെ എത്ര സന്തോഷിക്കുന്നുണ്ടാവും അവരൊക്കെ. നിങ്ങളുടെ മക്കളും ഇതുപോലെ മിമ്പറിന്റെ മുകളിൽ കയറി ഖുത്ബ ഓതണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വെള്ളിയാഴ്ച ദിവസമൊക്കെ അവന്റെ കൂടെ പഠിച്ചവർ പള്ളിയുടെ മൂലയിൽ ഇരിക്കുമ്പോ നമ്മുടെ മക്കളും മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് യാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഉമ്മ, നിങ്ങളുടെ മകനെങ്ങാനും ആലിമായാൽ, വലിയ പണ്ഡിതനായാൽ, നിങ്ങളുടെ നാട്ടിലുള്ള ഏത് കൊലകൊമ്പനാണെങ്കിലും, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് പണക്കാരനാണെങ്കിലും, ഏത് പ്രമാണിയാണെങ്കിലും, പഞ്ചായത്ത് മെമ്പറാണെങ്കിലും, പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണെങ്കിലും, ഏതുവരെ നിങ്ങളുടെ പള്ളികളുടെ പ്രസിഡന്റ് വരെ നിങ്ങളുടെ മകന്റെ കാലിന്റെ ചുവട്ടിലായിരിക്കും ശിരസ് കൊണ്ടുവന്ന് സുജൂദ് ചെയ്യുക. നിങ്ങളുടെ മകന്റെ പിന്നിലായിരിക്കും ഈ പ്രമാണിമാരൊക്കെ നിൽക്കുക. അത്രത്തോളം പവർ നിങ്ങളുടെ മകനക്ക് കിട്ടണമെങ്കിൽ അടുത്തുള്ള പള്ളി കൊണ്ടുപോയിട്ട് തീർച്ച ചേർത്തിക്കൊള്ളേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. من سلك طريقا يطلب فيه علما سلك الله به طريقا الى جنة الصمد. ആരെങ്കിലും ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് മക്കളെ പറഞ്ഞയച്ചാൽ അവര് സ്വർഗത്തിന്റെ വാതിൽ തുറന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കഴിഞ്ഞ് നമുക്ക് വേഗം ഖുത്ബിയത്തിലേക്ക് കടക്കണം. ഏകദേശം 9 മണിയായി തുടങ്ങി. ഒരൊറ്റ ചരിത്രം കൂടി ഞാൻ പറഞ്ഞിട്ട് ഖുത്ബിയത്തിലേക്ക് കടക്കും. ഉസ്താദുമാര് വലിയ ഉസ്താദുമാരായിട്ട് കാര്യമില്ല, ഈമാനുള്ളവരാവണം. അതിനെന്ത് വേണം? ഒരു ഉസ്താദിനെ തെരഞ്ഞെടുക്കുമ്പോ 2 വർഷം ആ ഉസ്താദിനെ കുറിച്ച് പഠിക്കണം. മുത്തഅല്ലിമിനെ ഒരു ഉസ്താദിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോ 2 വർഷത്തോളം ആ ഉസ്താദ് എങ്ങനത്തെ ആളാണെന്ന് പഠിക്കണം രക്ഷിതാക്കൾ. എന്നിട്ട് വേണം ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ചേർക്കാൻ. അതല്ലെങ്കിൽ വലിയ താടി ഉണ്ടാകും, ചിലപ്പോ വലിയ തലക്കെട്ടുണ്ടാകും, ഉള്ളില് ചിലപ്പോ വഹാബിസമാകും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ത്വരീഖത്തിലൊക്കെ കൂടി നാടിൽ മുഴുവൻ ഇങ്ങനെ ഫിത്നയുണ്ടാക്കുന്നവരായി മാറും. അപ്പൊ നമ്മുടെ മക്കളൊക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല ഉസ്താദുമാരനൊക്കെ തെരഞ്ഞെടുക്കുക. ഈമാനുള്ളവരാവണം. എങ്ങനെയാണ് ഈമാൻ? റസൂലുള്ളാഹിനോട് ഇങ്ങനെ ഹുബ്ബ് കാരണം സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുന്ന ഉമ്മമാരായാലേ മക്കള് നന്നാകൂ. രക്ഷിതാക്കള് നന്നായാലേ മക്കള് നന്നാവൂ. കണ്ടില്ലേ നിങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇങ്ങനെ ഖബറിൽ ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇങ്ങനെ ഖബറിൽ ഇറക്കി വെക്കുമ്പോ മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ഒരൊറ്റ സംശയം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഇവിടെ ഉള്ളത്. പലരും സ്വന്തം മക്കളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. ഞാനെങ്ങാനും ഇവിടെ നിന്ന് പോയാൽ നിങ്ങളുടെ ഹൃദയം എത്രമാത്രം വേദനിക്കുമെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക.
എന്നാൽ നീണ്ട പതിറ്റാണ്ടുകളോളം ഒരുമിച്ച് താമസിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മദീന വിട്ട് പോവുകയാണ്. തിരിച്ച് ഇനി അവരുടെ ജീവിതത്തിലേക്ക് വരാത്ത രൂപത്തിലേക്ക് പോകുമ്പോൾ ഖബറിൽ ഇങ്ങനെ ഇറക്കി വെക്കുന്ന ആ ശറഫാക്കപ്പെട്ട ശരീരമൊന്ന് അവസാനമായി തൊടണമെന്ന് മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുന്നു. ഖബറിൽ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ റബ്ബേ ആ മുഖം ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയൂലല്ലോ റബ്ബേ. കയ്യിൽ കിടക്കുന്ന മോതിരം ആരും കാണാതെ മെല്ലെ ഇങ്ങ് ഊരിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ഒരൊറ്റ ഇടലങ്ങിടുന്നു. എന്നിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയുന്നു, യാ അബൽ ഹസൻ ഖാതമീ, എന്റെ മോതിരം ആ ഖബറിൽ കെട്ടിപ്പെട്ടിട്ടുണ്ട്, എനിക്കതൊന്ന് എടുക്കാൻ സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തപ്പോൾ പേടിച്ച് വിറച്ച് ഇറങ്ങി ആ ശരീരത്തിലൊന്ന് അവസാനമായി തൊട്ട സ്വഹാബിയാണ് മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മദീന കാണാൻ തൗഫീഖ് തരണേ റഹ്മാനേ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഉയർന്ന മഖാമിലേക്ക് അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ എത്തിച്ചു തരട്ടെ. ഒരു കൂട്ടുകെട്ടിലും പെടുത്തി നമ്മുടെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മൾ മാറേണ്ട ഗതികേട് വരാതെ വലിയ നാടിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വലിയ ആലിമീങ്ങളാക്കി നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു മാറ്റട്ടെ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അമ്മമാർക്കും പെങ്ങന്മാർക്കും വെക്കേഷനാണ്. കഴിയുന്നവരൊക്കെ മക്കളെ അടുത്തുള്ള പള്ളിയിലും ദർസിലും ഒക്കെ കൊണ്ടുപോയി ചേർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തുടങ്ങാം.